നമ്മുടെ തളിര് പുരുഷ സ്വയം സഹായ സംഘം എന്നൊരു പേരിൽ 3 വർഷം മുമ്പേ നമ്മുടെ ഈ എരോൽ എന്ന ഈ കാർഷിക ഗ്രാമത്തിൽ രൂപം കൊണ്ട ഒരു സ്വയം സഹായ സംഘം, അതിൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ തന്നെ ഈ 3ാമത്തെ വർഷവും നമ്മൾ നടത്തിക്കൊണ്ട് പോവുകയാണ്. പ്രത്യേകിച്ച് കാർഷിക മേഖലയായ നമ്മുടെ ഈ പ്രദേശം ഒരുപാട് തരിശു ഭൂമികൾ ഇവിടെ മുൻകാലങ്ങളിൽ തരിശായി കിടന്നിരുന്നു. ആ തരിശു ഭൂമികളൊക്കെ ഈ സംഘം ഏറ്റെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ കൃഷി ഇറക്കുകയും ഈ വർഷവും കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതൽ സ്ഥലങ്ങൾ ഏറ്റെടുത്ത് അതിലേക്ക് നമ്മുടെ പഞ്ചായത്തിൽ നിന്നും അതുപോലെ തന്നെ കൃഷി വകുപ്പിൽ നിന്നും നല്ല രീതിയിലുള്ള സഹായ സഹകരണങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ഇനിയും ഒരുപാട് തരിശു ഭൂമികൾ ഇവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ തന്നെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് വരും വർഷങ്ങളിൽ ഇതിലും കൂടുതൽ ഭംഗിയായി കൃഷി ഇറക്കിക്കൊണ്ട് നമ്മുടെ ഈ എരോൽ എന്ന കൊച്ചു കാർഷിക ഗ്രാമത്തിൻ്റെ ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന ഉദ്ദേശമാണ്. നമ്മളെ പുരുഷ സ്വയം സഹായ സംഘത്തെക്കുറിച്ച് പറയുമ്പോൾ കാർഷിക മേഖല മാത്രമല്ല, ബാക്കി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും നാടിൻ്റെ മറ്റ് പല സാമൂഹിക പ്രവർത്തനങ്ങളിലുമൊക്കെ തന്നെ നല്ല രീതിയിൽ പങ്കാളിത്തം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സംഘത്തെക്കുറിച്ച് പ്രസിഡന്റ് മധുവേട്ടൻ തന്നെ വളരെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. നല്ല രീതിയിൽ പോകുന്ന ഒരു സംഘമാണിത്. കാർഷിക മേഖലയിലും മറ്റു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും എല്ലാം നിറസാന്നിധ്യമായി പ്രവർത്തിച്ച് വരുന്ന ഒരു സംഘം കൂടിയാണ് ഇത്. ഇപ്രാവശ്യം തരിശുഭൂമി കൂടി കൃഷിയോഗ്യമാക്കാൻ ഇവർ മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമുക്ക് തൊഴിലുറപ്പ് മേറ്റുമാരുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പിൻ്റെ തൊഴിലാളികളെയും കൂടി കിട്ടി എന്നുള്ളത് ഒരു ചെറുതല്ല, ഒരു വലിയ ഒരു ആശ്വാസമാണ് ഇപ്പോൾ കർഷകർക്ക് കിട്ടിയിട്ടുള്ളത്. മറ്റു ഭാഗങ്ങളിലൊന്നും ഇത് കിട്ടുന്നില്ല. ഇപ്പോൾ ഞെക്കളി ഭാഗത്തൊന്നും ഇങ്ങനത്തെ ഒരു പദ്ധതിയിലൂടെ അവർക്ക് ഇങ്ങനത്തെ ആനുകൂല്യമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ എരോൽ പാടശേഖര സമിതിക്ക് അതൊരു ഉപകാരം കൂടി തൊഴിലുറപ്പ് മേറ്റുമാരുടെ നേതൃത്വം നൽകിക്കൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും കിട്ടിയത് വളരെ ഒരു ആശ്വാസകരമാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞു, നിലവിൽ തളിര് സ്വയം സഹായ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കൂടുതലായിട്ട് തരിശ് ഉൾപ്പെടെയുള്ള ഭൂമിയിൽ കൃഷി ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. കൃഷി വകുപ്പ് ഇപ്പോൾ എല്ലാ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഇപ്പം കൂട്ടായ്മയിലോടുകൂടി നമുക്ക് എങ്ങനെ കൃഷി വിപുലീകരിക്കുക എന്നുള്ള രീതിയിലാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ തന്നെ നമ്മൾ കൃഷിക്കൂട്ടങ്ങളായിട്ട് നമ്മൾ ഓരോ ഗ്രൂപ്പുകളെയും വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഓരോ പാടശേഖര സമിതികളെയും നമ്മൾ അപ്പോൾ ഓരോ കൃഷിക്കൂട്ടങ്ങളായിട്ട് അവിടെയുള്ള നമ്മളെ ലോക്കലായിട്ട് ഇപ്പോൾ ഒരു വിള ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പിനെ തന്നെ ഇപ്പോൾ നിലവിൽ തളിരുന്ന രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കൃഷിക്കൂട്ടങ്ങളായിട്ട് കൂടെ തന്നെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, ഒരു ഉൽപ്പാദന പ്ലാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നെൽകൃഷി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2ാം വിള ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങളും, അല്ലെങ്കിൽ പച്ചക്കറി ചെയ്യാൻ വേണ്ടിയിട്ട് 3ാം വിളയുടെ സമയത്തോ 2ാം വിളയുടെ സമയത്തോ പച്ചക്കറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ നമ്മൾ കൃഷിക്കൂട്ടങ്ങൾ വഴി കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പുകളാകുമ്പോൾ നമുക്ക് അവർക്ക് ഒരു 80% സബ്സിഡിയിലും മെഷീനറീസും കാര്യങ്ങളൊക്കെ ഇപ്പം കൂടുതലായിട്ട് ഇവിടെ മെഷീനറീസ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അധ്യക്ഷൻ മുമ്പേ സൂചിപ്പിച്ചു, ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് തൊഴിലാളികളെ കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളാണ്. അത് നമ്മൾ അഭിമുഖീകരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മെഷീനറീസ് ആവശ്യമായിട്ടുണ്ട്. നെൽകൃഷിയിലാണെങ്കിൽ നമ്മൾ വിത്ത് ഇടുന്നത് മതി. ഇപ്പോൾ നിങ്ങൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചിട്ടാണ് വിത്ത് ഇടുന്നത്. അങ്ങനെയുള്ള ടെക്നോളജിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലേ നമുക്ക് ഈ തൊഴിലാളി പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരാൾ കൃഷി ചെയ്യുമ്പോൾ അയാൾക്ക് ആ ഒരു കോസ്റ്റ് അവർക്ക് താങ്ങാൻ വേണ്ടി പറ്റില്ല. അധികം മുതൽ മുടക്ക് വേണ്ടി വരും നമ്മുടെ കൃഷിയിൽ. ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് 20-30 പേരൊക്കെയുള്ള ഗ്രൂപ്പാകുമ്പോൾ ചെറിയ ഒരു കോൺട്രിബ്യൂഷൻ അവരെ എല്ലായിടത്തും ആകുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കൃഷിയിടത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പിന്നെ കൂടാതെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും പദ്ധതികളുണ്ട്. അതുവഴി നമ്മൾ എല്ലാ വർഷവും നെൽവിത്ത് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞത് ഇപ്പം കഴിഞ്ഞ കൊല്ലത്തെ നെൽവിത്ത് എടുത്തിട്ട് ഭദ്ര എന്നുള്ള വെള്ള ഭദ്ര ആണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല കാര്യമാണ്. നമ്മൾ പരമ്പരാഗതമായി കിട്ടുന്ന നെല്ലിനങ്ങളുണ്ട്. അത് നമ്മൾ നല്ല അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ തന്നെ നമ്മൾ ഓരോ തലമുറകളായിട്ട് ചെയ്യുന്നതാണ്. അതും നമ്മൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളൊക്കെ നമ്മളെ യൂണിവേഴ്സിറ്റികളും കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ തനതായിട്ടുള്ള ഇനങ്ങളും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൂടി ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ
പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ തന്നെ നമുക്ക് തരിശീലത്തിന് ഇക്കൊല്ലം നമ്മൾ പുതുതായിട്ട് പദ്ധതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പഞ്ചായത്തിൽ അപേക്ഷകൾ, ഗ്രാമസഭയിൽ അപേക്ഷ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ കൂലിച്ചെലവിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇൻഷുറൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിർബന്ധമായിട്ട് നമ്മൾ ഇൻഷുറൻസ് ചെയ്തിരിക്കണം. ഒരാളുടെ പേര് വ്യക്തിപരമായിട്ട് ഇൻഷുറൻസ് ചെയ്താൽ മതി. 1 സെൻറ്റിന് 1 രൂപ എന്നുള്ള രീതിയിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്രോപ്പ് ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. അപ്പോൾ ആ പദ്ധതിയിൽ എല്ലാവരും നിർബന്ധമായിട്ട് അംഗമാണോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആനുകൂല്യം കിട്ടണം എന്നുള്ള കാര്യത്തിൽ കൃഷി നിർബന്ധമുണ്ട്. അപ്പോൾ ഈ ഇൻഷുറൻസിൻ്റെ കാര്യം കൂടി ബന്ധപ്പെട്ട ഭാരവാഹികൾ ഉറപ്പാക്കേണ്ടതാണ്. ഇൻഷുറൻസ് നിർബന്ധമായിട്ട് ചെയ്തിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആനുകൂല്യത്തിൽ നിന്ന് കിട്ടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഏകദേശം 5,10,000 രൂപയോളം നമ്മൾ നെൽകൃഷിക്ക് വേണ്ടിയിട്ട് ഈ പഞ്ചായത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ തരിശ് കൃഷിക്ക് വേണ്ടിയിട്ട് 2 ലക്ഷം രൂപയോളം മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് 5 ഹെക്ടർ സ്ഥലത്തിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള സുസ്ഥിര നെൽകൃഷി വികസനം തുടങ്ങിയിട്ടുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കി വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഫണ്ട് കിട്ടുന്ന മുറയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇതുപോലെയുള്ള കൂട്ടായ്മകൾക്കാണ് ഇനി കൂടുതൽ സ്ഥലത്തിലേക്ക് നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ തന്നെ പറഞ്ഞു തരിശ് സ്ഥലത്തേക്ക് 6 സ്ഥലത്തിലേക്ക് തരിശ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളെ പഞ്ചായത്തിൽ കിടക്കുന്ന തരിശ് ഭൂമികളൊക്കെ നല്ല രീതിയിൽ കൃഷിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പരമാവധി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി നമ്മുടെ പഞ്ചായത്തിലേക്ക് ആവശ്യമുള്ള നെല്ല് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിലൊരു ബ്രാൻഡിങ്ങോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഇപ്പം നമ്മൾ സപ്ലൈക്കൊക്കെ കൊടുക്കുമ്പോൾ 28-30 രൂപയ്ക്കാണ് നമ്മളൊരു നെല്ല് കൊടുക്കുന്നത്, അല്ല 29 രൂപയ്ക്കല്ലേ കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ മാർക്കറ്റിൽ മേടിക്കാൻ 40 രൂപയ്ക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയ നെല്ലാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പാക്കേജ് ആക്കിയിട്ട് ഒരു ബ്രാൻഡിങ് ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ പുതുമയിലുള്ള എല്ലാ പാടശേഖരങ്ങളും വേണമെങ്കിൽ കൂട്ടി കണക്കിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രൈസ് കിട്ടും. ഇപ്പോൾ നമ്മൾ പുറത്ത് മേടിക്കുമ്പോൾ 40, 50, 60 രൂപയ്ക്ക് വിലയാണ്, 50 രൂപയ്ക്ക് മേലെ വിലയാണ്. അപ്പോൾ അത്രയും പൈസ കൂടി കൃഷിക്കാർ കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ട് പുതിയ ടെക്നോളജികളും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. നിലവിലുള്ള ഉൽപ്പാദനക്ഷമത കുറച്ചും കൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവിധ സാങ്കേതിക സഹായങ്ങളും കൃഷിക്കാരൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതിന് എപ്പോൾ വേണമെങ്കിലും കൃഷിയായിട്ട് കോൺടാക്ട് ചെയ്യാം. ബാക്കിയുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ്. ഇനിയും വരുന്ന വർഷങ്ങളിൽ കൂടുതൽ സ്ഥലം നിങ്ങൾക്ക് നെൽകൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റട്ടെ. നല്ല രീതിയിൽ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റട്ടെ. ഇത്രയും മാത്രം ആശംസിച്ചുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ മാത്രം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് കൃഷി ഓഫീസർ നമ്മുടെ പദ്ധതികളെ പറ്റി വിശദമായി സംസാരിച്ചു. അപ്പോൾ ഇപ്രാവശ്യം ഗ്രാമസഭ എല്ലായിടത്തും കഴിഞ്ഞു, ലിസ്റ്റ് അപേക്ഷകൾ വന്നു. അത് ക്രോഡീകരിച്ച് നോക്കുമ്പോൾ വെറും 50 താഴെ അപേക്ഷകൾ മാത്രമേ നമുക്ക് എല്ലാ വാർഡിനും കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് ഒന്ന് സംശയം, ആദ്യം മഴയൊക്കെ വന്നതുകൊണ്ട് ആരും നെൽകൃഷി തുടങ്ങാത്തതുകൊണ്ട് അപേക്ഷ കൊടുക്കാത്തതായിരിക്കാം എന്ന് തോന്നുന്നുണ്ട്. അല്ലാണ്ട് ചിലപ്പം ഇത് ഈ കൃഷി കൂട്ടമായിട്ട് മുമ്പേ ഒറ്റ ചെയ്തവർ പ്രത്യേക അപേക്ഷ കൊടുക്കുമ്പം പിന്നെ അപേക്ഷകളുടെ എണ്ണം ചിലപ്പോൾ കൂടും. എങ്കിലും അപേക്ഷ മൊത്തത്തിൽ ഈ വർഷം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആരെങ്കിലും അപേക്ഷ നേരത്തെ ഗ്രാമസഭയിൽ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് പ്രത്യേകം കൊടുക്കാനൊന്ന് ഓർമ്മ വേണം. നമ്മൾ നിലവിലുള്ള അപേക്ഷ വെച്ചിട്ട് ലിസ്റ്റ് പഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ട്, അവർ അംഗീകരിച്ച് തരും. എന്നാലും രണ്ടാമതും അപേക്ഷ തരികയാണെങ്കിൽ കൃഷിക്ക് നമുക്ക് ഈ ഇപ്പം നിലവിൽ വന്ന അപേക്ഷ വെച്ച് നോക്കുമ്പം നമ്മുടെ മാറ്റിവെച്ച തുക നേരത്തെ സാറ് പറഞ്ഞു 5,00,000 രൂപ കൂലി ചെലവിനത്തിലും 2,00,000 രൂപ തരിശു നെൽകൃഷിക്കും. അപ്പം അപേക്ഷയുടെ ഇത് നോക്കുമ്പം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ മുഴുവൻ ഫണ്ടും ഉപയോഗിക്കണമെങ്കിൽ അത്രയും അപേക്ഷകൾ നമുക്ക് വരേണ്ടതുണ്ട്. അത് നിങ്ങൾ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കുക. 950 രൂപം കൊണ്ട് നെൽപാത പാടശേഖര സമിതി ഇന്നേക്ക് 35 വയസ്സ് പൂർത്തീകരിക്കുകയാണ്. 35 വയസ്സെന്ന് പറഞ്ഞെങ്കിൽ ഏകദേശം 33ഓളം കർഷകരും 22 ഏക്കർ വയലും, ഇരൽ വയൽ, ഇരൽക്കുണ്ട് വയൽ, നാഗത്തിങ്ങാൽ വയൽ, ഇങ്ങനെ 2-3 പ്രദേശങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ട് 22 ഏക്കർ വയലാണ് ഉണ്ടായത്. പക്ഷേ അന്നത്തെ കർഷകരെല്ലാം യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് പാടശേഖര സമിതി ഇന്നും നമുക്ക് നിലനിർത്താൻ സാധിച്ചത് കർഷകരുടെ ഒരു കൂട്ടായ്മയാണ്. പക്ഷേ അന്ന് 10-15 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാർ ഇന്ന് തളിരി കൃഷിസഹായ സംഘം എന്നൊരു പേരിൽ 10-20ഓളം ആൾക്കാർ രൂപം കൊണ്ടതിന് ശേഷം അന്നത്തേക്കാണ് എത്രയോ 10 മടങ്ങ് നമ്മുടെ പാടശേഖരത്തിന് അഭിമാനിക്കാനൊരു വകയുണ്ട്. കാരണം എൻ്റെ അറിവിൽപ്പെട്ട് ഇപ്പോൾ ഒരു 4 ദിവസം മുമ്പിൽ വെള്ളെടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇതിലെ കൂടി പോകുമ്പോൾ ഇവർ വയലൊരുക്കുന്ന ഇതുണ്ട്. അപ്പോൾ അവരെ അന്താളിച്ച് നിന്നുപോയി. അവരൊന്ന് എന്നോട് പറഞ്ഞു കാര്യം, അവനത് തളിര് പുരുഷസഹായ സംഘത്തിൻ്റെ ചെറുപ്പക്കാരാണ്. അവർ രൂപം കൊണ്ടിട്ട് ഏകദേശം 2-3 കൊല്ലമായി. അവർ ഇടയിൽ നെൽവയൽ ഒരു തലമുറ പോയതിന് ശേഷം ആ വയൽ അന്യാധീനപ്പെടുമ്പോൾ ആ വയൽ ഏറ്റെടുത്തും കൊണ്ട് കൃഷി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ
ഇപ്പോൾ കേവലം 7-8 പാടശേഖരമാണ് നമ്മുടെ പഞ്ചായത്തിൽ. ആ പാടശേഖരത്തിൽ ഏറ്റവും നല്ല പാടശേഖരമായിട്ട് ഇന്നും നിലനിൽക്കുന്നത് നെൽപ്പാത പാടശേഖരമാണ്. കാരണം പരമാവധി നിൽക്കാൻ കാരണം കൃഷി ഭവൻ, കൃഷി ഓഫീസർ, അതിൽ ചുറ്റിപ്പറ്റി ഉദ്യോഗസ്ഥന്മാർ നല്ല സഹകരണം എല്ലാ രീതിയിലും നമ്മൾ സഹായിക്കുന്നുകൊണ്ടാണ്. ഓരോ വർഷം തോറും ഇപ്പോഴത്തെ നെൽകൃഷിയിൽ കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം അത്യാവശ്യം ചില ദുരന്തങ്ങളും തടസ്സങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷേ എന്തുണ്ടായാലും അത് നേരത്തെ കൊടുക്കാനും അത് പരിശോധിച്ച് എന്ത് വേണമെന്ന് ചെയ്യാനും സഹായസഹകരണം ചെയ്യാനും എല്ലാം കൃഷിഭവനും പാടശേഖര സമിതിയും നന്നായി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ലൊരു അഭിമാനിക്കാനുള്ളൊരു വകയെന്ന് വെച്ചെങ്കിൽ ചെറുപ്പക്കാർ ഇതിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു മേല് കൊടുക്കുന്നത്. കാരണം വീടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതിൽ അല്പം പ്രായം 1-2 ആളുടെ കൂട്ടത്തിൽ ഒരാളാണ് ഞാനും. അപ്പോൾ നമുക്ക് കീഴെയുള്ള ഒരുപാട് അനുഭവത്തിൻ്റെ പേരിൽ നോക്കുമ്പോൾ നെൽകൃഷിയുടെ കാര്യത്തിൽ ചെറുപ്പക്കാർ കയറി വരിക എന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ നമ്മളും ഇതിൽ എപ്പോഴേ നിർത്തിപ്പോണ്ടാണ്. പക്ഷേ നമുക്ക് നിർത്താൻ മനസ്സ് വരുന്നില്ല. കാരണം അവർ ഇത്ര നന്നായി പണിയെടുക്കുമ്പോൾ നമുക്ക് പണിയെടുക്കാൻ വേണ്ടി തോന്നും. കഴിഞ്ഞ പ്രാവശ്യം നെല്ല് വിതരണത്തിൻ്റെ സപ്ലൈകോൻ്റെ വണ്ടി ഇവിടെ തൂക്കിക്കൊണ്ടേതാണ്. പിന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ എല്ലാ മേഖലയിലും കൃഷിഭവനായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഒരുപാട് സഹായങ്ങൾ കൃഷിഭവന് കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഓർമ്മ പറയാനുള്ളത് 2008 മുതൽ 2025 വരെ ഉള്ള കാലയളവിൽ വാങ്ങിയ നെൽപ്പാത പാടശേഖര സമിതിയുടെ കുറേ കാർഷിക വിപണങ്ങൾ തീരുമാനം വന്ന് കിടക്കുന്നുണ്ട്. അത് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും അറിഞ്ഞ് അവർ സ്റ്റേറ്റ്മെൻറ്റിലെടുത്ത് പോയി. കോഴിക്കോട് നല്ല വന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് പോയി. കാരണം അത് പാടശേഖരത്തിലായിട്ടും വല്ല വീടുകൾ ചെറുപ്പുറത്തായിട്ടല്ല ആ സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ആ വീട്ടുകാരെ ചോദിക്കാണ്ട് ആ സാധനം അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ളൊരു നടപടി എന്തായാലും കൃഷി ഓഫീസർ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് പറയാനുണ്ട്. കാരണം 2 ടില്ലറുണ്ട്, അതേപോലെ കുയ്യുന്ന മെഷീനുണ്ട്, അതുപോലെ മിതിയന്ത്രമുണ്ട്, അത് പാറ്റൽ യന്ത്രമുണ്ട്. ഇതെല്ലാം വീടിൻ്റെ കോലയിൽ വെക്കുമ്പോൾ ആ വീട്ടുകാർക്ക് സ്വല്പം അലോസരമെല്ലാം ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് ഉദ്യോഗസ്ഥന്മാരോടും പല യോഗത്തിലും ADCയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അന്നേരമെല്ലാം കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം പേരിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാർ വന്ന് സ്റ്റേറ്റ്മെൻറ്റിലെടുത്ത് പോയി. എന്നിട്ട് അത് കണ്ടമായിട്ട് വെച്ചു. നമ്മൾ അവസാനം ഒരു ടില്ലർ മാത്രം വെച്ചു. ആ ടില്ലറും മോശമായി കിടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ടില്ലറിൻ്റെ ആവശ്യമില്ല. 3-4 കൊല്ലമായിട്ട് നമ്മൾ അമ്പങ്ങാട്ട് പാടശേഖരത്തിൽ നിന്ന് അമ്പങ്ങാട്ട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ട്രാക്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മെഷീൻ ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മൾ മെഷീൻ ഞാറ്റടി ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. ഒരു പാടശേഖരം പിറന്നോടെ തന്നെ നമ്മൾ 2ാം വള കൃഷിയിൽ മെഷീൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്താൽ 15 ദിവസമായ ഞാറ്റടി പിന്നെ ചവിട്ടി മെത്ത പോലെ മുറിച്ച് അതിന് മെഷീനിൽ ഫിറ്റ് ചെയ്ത് നമ്മൾ നടത്തിയതാണ്. പക്ഷെ അന്ന് നിർഭാഗ്യം എന്ന് പറയട്ടെ, അന്ന് രാത്രി വലിയ മഴ വന്നുകൊണ്ട് ആ പാടെ ഈ ജില്ലയിൽ 3 പഞ്ചായത്തിലാണ്. ഉദാമ പഞ്ചായത്ത്, അജാനൂർ പഞ്ചായത്ത്, പുല്ലൂർപീര പഞ്ചായത്ത് 3 ഇടയിൽ കൃഷി അതിനുശേഷം അത് തുടങ്ങിയില്ല. പക്ഷേ സാറ് പറഞ്ഞത് വളരെ നല്ലതാണ്. കാരണം ഇന്നത്തെ തൊഴിലാളി ക്ഷാമം മറ്റെല്ലാം നോക്കുമ്പോൾ മെഷീനിൽ ഉപയോഗിക്കാൻ 2ാം വള കൃഷി എടുക്കുന്നവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരു ടെസ്റ്റ് കഴിഞ്ഞ് ഒന്നും കൂടി ചെയ്യാം. കാരണം അതിനത്രയും വെള്ളം കൊണ്ടും വളരെ നല്ലതായി 15 ദിവസം കൊണ്ട് ഞാറ്റടിയാവും, നല്ല രീതിയിൽ നട്ടുപോകും. അങ്ങനെ ഒരു ശ്രമമുണ്ടെങ്കിൽ നമുക്ക് സാറുണ്ടാകുന്ന സമയത്ത് അടുത്ത പ്രാവശ്യം നമുക്ക് ഒരു ആലോചന നടത്താം, നമുക്കൊരു പരീക്ഷണം നടത്താം കാസർഗോഡ് ജില്ലയിൽ. നിങ്ങളിപ്പോൾ കാണുന്ന ആവേശവും സന്തോഷവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് പുതുതായി വന്ന കൃഷി ഓഫീസർ ഒരു അനുഭവമുള്ള ഒരു പടി മേലെ കൂടി ഒരുപാട് അനുഭവത്തിൻ്റെ ഭാഗം അദ്ദേഹത്തിന് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഊന്നൽ നൽകിയിരിക്കുന്നത് കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ചെയ്യാൻ സന്നദ്ധരാവണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആദ്യത്തെ വർഷം നമ്മൾ 65 സെൻറ്റോളം കൃഷിയാണ് നെൽവയലാണ് ചെയ്തത്. പിന്നീട് കഴിഞ്ഞ വർഷമാകുമ്പോൾ 1.5 ഏക്കറിൽ മുകളിൽ ചെയ്തു. ഇപ്രാവശ്യം ഒഴിഞ്ഞു കിടക്കുന്ന കുറേ പ്രദേശങ്ങൾ ഇനിയും വയലുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് തരിശായിട്ട്, അതിൽ കുറച്ച് തരിശ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതടക്കം 3 ഏക്കറോളം സ്ഥലത്താണ് നമ്മൾ ഇപ്രാവശ്യം കൃഷി ചെയ്യുന്നത്. ഇനിയും തരിശായി കിടക്കുന്ന നിലങ്ങൾ വയലുകൾ നമ്മൾ അന്വേഷിച്ച് അനുവാദം ചോദിച്ചിട്ടുണ്ട്, പക്ഷേ തരാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഇത്തരം ഒഴിഞ്ഞു കിടക്കുന്ന തരിശ് നെൽവയലുകൾ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വിട്ടുകിട്ടാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണമെന്ന് ബഹുമാനപ്പെട്ട കൃഷി ഓഫീസറോട് ഞങ്ങൾ ഒരു അപേക്ഷാ രൂപത്തിൽ സമർപ്പിക്കുകയാണ്. കാരണം ഇന്ന് വയൽ വെറുതെ കിടക്കുമ്പോൾ കിടന്നുകൊണ്ട് ആർക്കും ഗുണമില്ല. പക്ഷെ മറ്റുള്ളവർ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു ഇത് കൊടുക്കുന്നുണ്ട്. അവർക്ക് പൂർണ്ണമായിട്ടും ആക്കിയിട്ടല്ലോ സഹായം നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോലും നമുക്ക് വിട്ടുതരാൻ പറ്റാത്ത ആൾക്കാരാണ്. പക്ഷെ നമ്മൾ 20 പേരും ഒന്നിച്ച് നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നത്. ഇത് 1ാം വിള നെൽകൃഷി മാത്രമേ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല. ഇപ്പോൾ 2ാം വിളയും കൂടി ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ജലത്തിൻ്റെ ദൗർലഭ്യമുണ്ട്. ഇപ്പോൾ ഈ പാടത്തിലേക്ക് തന്നെ വെള്ളം എത്താത്ത അവസ്ഥയുണ്ട് നമ്മൾ ഈ 1ാം വിളക്ക് തന്നെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉന്നയിച്ചപ്പോൾ അത് പഞ്ചായത്ത് ആസ്തി ലിസ്റ്റിൽ വന്നിട്ടില്ല എന്നുള്ളൊരു ഇത് പ്രസിഡന്റ് പറഞ്ഞപ്പോൾ
ഞങ്ങൾ അതിനുവേണ്ടി നടപടി എടുത്തോളും. ഇതുവരെയുള്ള കുറേ മീറ്റർ കണക്കിനുള്ള നെൽവയൽ അതിൻ്റെ വോളിയർ 2 ഭാഗത്തുള്ള പിന്നെ ഭൂഗുണസ്ഥന്മാരെ ഒപ്പ് ശേഖരിച്ചിട്ട് സമ്മതപത്രം വാങ്ങിച്ചിട്ട് ഇപ്പോൾ പഞ്ചായത്ത് സമർപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ ആസ് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അത് പടിപടിയായിട്ട് ഓരോ വർഷം ഘട്ടമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ബഹുമാനപ്പെട്ട എം എൽ എക്ക് പിന്നെ നമ്മളൊരു നിവേദനം കൊടുത്തു. ഇവിടെ ഒരു BCB ഉണ്ട്. വർഷങ്ങളായിട്ട് അത് വെള്ളം നിൽക്കാതെ നാട്ടിലേക്ക് പ്രദേശത്തേക്ക് ഉപകാരമില്ലാതെ പോവുകയാണ്. ലീക്കായിട്ട് വെള്ളം നിൽക്കുന്നില്ല. അപ്പോൾ അതിന് പിന്നെ പുനർനിർമ്മിക്കണം അല്ലെങ്കിൽ പുതിയതായിട്ട് ഉണ്ടാക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എം എൽ എക്ക് നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി ചെയ്യാൻ വേണ്ടിയിട്ട് MLA നിർദ്ദേശിച്ചനുസരിച്ച് ജില്ലാ കളക്ടർ ഒരു 10 ദിവസം മുമ്പേ ഇവിടെ വന്ന് അതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ച് അനുവദിക്കേണ്ടതാണെന്നുള്ള രൂപത്തിൽ. അപ്പോൾ വരുന്ന സമയത്ത് വെള്ളം ഉണ്ടായിരുന്നു കൂടുതൽ മഴയുടെ അന്നാണ് വന്നത്. അപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടാകുമ്പോൾ പിന്നെ അതിന് വേണ്ട നടപടികൾ ഇപ്പോൾ അത് എസ്റ്റിമേറ്റ് ആക്കി കൊടുത്തിട്ടുണ്ടെന്ന് നേരത്തെ ഒരു ഓഫീസറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെപ്റ്റംബർ മാസം ആകുമ്പോൾ വീണ്ടും വന്നിട്ട് അതിൻ്റെ കൺഫേം ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. അത്രയാണ്. അപ്പോൾ ആ നിലയിൽ കാർഷിക മേഖലയിൽ നമുക്ക് പിന്നെ കഴിയുന്ന പരമാവധി ഈ എല്ലാവരും കൂടി സന്നദ്ധമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. ഇനിയും കൂടുതൽ വയൽ കിട്ടുകയാണെങ്കിൽ അതും കൂടി ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അതോടൊപ്പം മറ്റു പ്രവർത്തനങ്ങളും ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റ് അംഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളായാലും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനിയും ഞങ്ങൾ മുമ്പോട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് താല്പര്യം. ഗവൺമെൻറ് സർക്കാരിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും പരമാവധി ഞങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അതിനുള്ള ഇപ്പോൾ ഈ വർഷത്തെ എല്ലാം അപേക്ഷകളും സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഈ തരിശിൻ്റെ ഇതിലായതുകൊണ്ട് നമുക്ക് തൊഴിലുറപ്പിൻ്റെ അതിൽ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പിന്നെ നിലനിർത്താനുള്ള പദ്ധതിയിൽ അവർ നല്ല രീതിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ സഹകരിച്ചിട്ടുണ്ട്. അവർക്കൊരു പ്രത്യേക നന്ദി ഈ ഘട്ടത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.